ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാനിവിടെ വേവിക്കാൻ വെച്ചിരുന്ന ഈ ഒരു തക്കാളിയും ഉണക്കമുളകും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഒരു പരുവാണ് കറക്റ്റ് പരുവം. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 1/2 കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വന്ന ചോറോ ചൂട് ചോറോ ഏതായിരുന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1/2 കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതേ കപ്പ് അളവിൽ തന്നെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇതുപോലെ ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കായത്തിന്റെ പൊടിയാണ്. ഞാനിവിടെ 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈവച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ അരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മിക്സ് മാത്രം തന്നെ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മാവിന്റെ പരുവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കട്ടിയാവരുത്, അതുപോലെ നന്നായിട്ട് ലൂസ് ആവരുത്. ഒരു മീഡിയം പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കറക്റ്റ് പരുവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ടെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് തടവിയെടുക്കുകയോ ചെയ്തതിന് ശേഷം കുറച്ച് ഇതിന് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നുള്ളി അങ്ങ് എണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചൂടായി വന്ന എണ്ണയിലേക്ക് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് അധികം ഓയിലൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിന്റെ അകമൊക്കെ വെന്തോന്ന് അറിയാനായിട്ട് ഇതൊന്ന് പിച്ച് കാണിച്ചു തരാം. ഇതിന്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.